ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കഴിക്കാനായിട്ട് നമ്മൾ അപ്പവും ചിക്കൻ സ്റ്റൂ ആട്ടോ ഉണ്ടാക്കുന്നത്. കള്ളപ്പവും ചിക്കൻ സ്റ്റൂ ഇതിനു മുമ്പ് ഉണ്ടാക്കാത്തത് കൊണ്ട് എന്തായി തീരുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ മുട്ടയും പഴവും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചോറിന് വെള്ളവും വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉച്ചയ്ക്കത്തെ തോരനുള്ള കാബേജും ക്യാരറ്റും അരിഞ്ഞ് വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയും പഴമൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അരി ഇട്ടപ്പോഴത്തേക്കും കുറച്ച് അരി എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് പോയിട്ടുണ്ടേ. പിന്നെ അത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ചോറ് വേവാൻ വേണ്ടി മൂടി വെച്ചു. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് വട്ടയപ്പം ഉണ്ടാക്കണമെന്ന്. വട്ടയപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല കേട്ടോ. യൂട്യൂബിൽ കണ്ട 1-2 വീഡിയോയുടെ ബലത്തിലാണ് ഈ കാണുന്ന സാഹസമൊക്കെ. പ്ലേറ്റിൽ തൂകിയ നെയ്യ് കുറച്ച് കൂടിപ്പോയി കേട്ടോ. അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള തോരൻ റെഡിയാക്കാം. നന്നായി ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ കുറച്ച് അരിയും കുറച്ച് വറ്റൽമുളകും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ കാബേജും ക്യാരറ്റും പച്ചമുളകും അതുപോലെ കുറച്ച് ഇഞ്ചിയും കരിയാപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് നമ്മൾ നേരത്തെ ഇത് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമുക്കിതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാം. തുടക്കത്തിലെ പാളിയെന്ന് തന്നെ പറയാം. എണ്ണയൊഴിച്ച് ആദ്യം സ്പൈസസ് ഇടുന്നതിന് പകരം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആട്ടോ ഇട്ടത്. അത് കഴിഞ്ഞിട്ടാണ് സ്പൈസസ് ഇടുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയിട്ടോ. പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിലേക്ക് കുറച്ച് സവോളയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ശേഷം കുറച്ച് ചിക്കനും കൂടി ആഡ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കരിവേപ്പിലയും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ വെന്ത് വന്ന ചിക്കനകത്തേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ച് വീണ്ടും മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് എണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ തീയെ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ കള്ളപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂട് കള്ളപ്പം. അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂവും ഒരു ചായയും കൂടി ആകുമ്പോഴത്തേക്കും ആഹാ സ്വർഗം.